നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ കറാച്ചിയിൽ 14 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്ത് മതപരിവർത്തനത്തിന് വിധേയമാക്കിയെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയോടെയാണ് പോയ വാരം അവസാനിച്ചത്. ചൈനയിൽ രാജ്യത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ കുരിശുകൾ ഭരണകൂടം തകർത്തതിൻ്റെ പിന്നാലെ ഓൺലൈനിലൂടെയുള്ള ബൈബിൾ വിൽപ്പനയ്ക്കും വിലക്കേർപ്പെടുത്തിയതും തിരുപ്പിറവി തിരുനാളിനായി ലോകം മുഴുവൻ ഒരുങ്ങുമ്പോൾ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ വരവറിയിച്ച് വത്തിക്കാൻ ചത്തുരത്തിൽ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും തയ്യാറാക്കിയതും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റായി സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ തിരഞ്ഞെടുത്തതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ 14 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്ത് മതപരിവർത്തനത്തിന് വിധേയമാക്കിയതായി ആരോപണം. സിയ കോളനിയിലെ ഹിമ യൂനിസ് എന്ന ക്രൈസ്തവ പെൺകുട്ടിയെയാണ് മതപരിവർത്തനത്തിന് വിധേയയാക്കിയത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ 14 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടി സ്വന്തം ഇഷ്ടത്തിന് മതപരിവർത്തനം ചെയ്തുവെന്ന് തെളിയിക്കുന്ന തരത്തിൽ തട്ടിക്കൊണ്ടുപോയ ആളുകൾ സമർപ്പിച്ച രേഖകൾ വ്യാജമാണെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. കുട്ടിയെ വിട്ടുകിട്ടാനുള്ള ശ്രമത്തിലാണ് കുടുംബം. മാതാപിതാക്കൾ പുറത്തുപോയ സമയത്താണ് 3 പേർ വീട്ടിൽ കയറി ഹിമയെ തട്ടിക്കൊണ്ടുപോയത്. സംഭവം കേസാക്കാൻ നിരവധി തവണ വിസമ്മതിച്ച പോലീസ് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് പെൺകുട്ടിയുടെ അമ്മയായ നജീന ആരോപിച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഹിമ മതപരിവർത്തനം ചെയ്യപ്പെട്ട രേഖയും അബ്ദുൾ ജബ്ബാർ എന്ന ആളുമായി നടന്ന വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റും കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുകയായിരുന്നു. സിന്ധു പ്രവിശ്യ കോടതിയിൽ പെൺകുട്ടിയുടെ കുടുംബം അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. കറാച്ചി അതിരൂപതയുടെ വികാരി ജനറാളും ദേശീയ കമ്മീഷന്റെ അധ്യക്ഷനുമായ ഫാദർ സാലെ ഡിയാഗോ സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിച്ചു. പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായി തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്യുന്നത് പാകിസ്ഥാനിൽ പതിവായിരിക്കുകയാണ്. ഇതിൽ ഇരകൾ ഭൂരിഭാഗവും ക്രൈസ്തവരാണെന്നതാണ് യാഥാർത്ഥ്യം. ചൈനയിൽ വീണ്ടും ക്രൈസ്തവർക്കെതിരെ ഭരണകൂടത്തിൻ്റെ ഭീകരത. ഓൺലൈനിലൂടെ ബൈബിൾ വാങ്ങിയവർക്കെതിരെ അന്വേഷണത്തിന് ചൈനീസ് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസികൾ കടുത്ത മതപീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ രാജ്യത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ കുരിശുകൾ ഭരണകൂടം തകർത്തതിൻ്റെ പിന്നാലെയാണ് വീണ്ടും കടുത്ത നടപടിയിലേക്ക് രാജ്യം നീങ്ങിയിരിക്കുന്നത്. പ്രതിഷേധവുമായി വിശ്വാസികളും രംഗത്ത് വന്നിട്ടുണ്ട്. ബൈബിളുകളും ക്രിസ്ത്യൻ വസ്തുക്കളും വിൽക്കുന്ന ഓൺലൈൻ സ്ഥാപനമായ വീറ്റ് ബുക്ക് സ്റ്റോർ ഏതാണ്ട് 20,000-ലധികം ബൈബിളുകൾ ഇതിനോടകം തന്നെ വിറ്റഴിച്ചിട്ടുണ്ട്. ഇവയിൽ 800ഓളം പ്രസിദ്ധീകരണങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നവയാണ്. കഴിഞ്ഞ വർഷമാണ് ചൈനീസ് സർക്കാർ ഓൺലൈനിലൂടെയുള്ള ബൈബിൾ വിൽപ്പന നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ വ്യാപനവും ബൈബിളിന്റെ സ്വാധീനവും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഓൺലൈൻ ബുക്ക് സ്റ്റോറുകളിൽ നിന്ന് ബൈബിൾ വാങ്ങിയവരുമായി ബന്ധപ്പെടാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ഒക്ടോബർ അവസാനമാണ് അധികാരികൾ ബന്ധപ്പെട്ട പോലീസ് വകുപ്പുകൾക്ക് കൈമാറിയതെന്ന് ചൈന എയ്ഡ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇതേ തുടർന്ന് ബുക്ക് സ്റ്റോറിന്റെ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിദേശ സ്ഥാപനങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങിച്ച് നിയമവിരുദ്ധമായി ചൈനയിൽ വിറ്റഴിക്കുന്നുവെന്ന കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു അറസ്റ്റ്. ഇതിനോടകം തന്നെ നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പലരെയും പോലീസ് ടെലിഫോണിലൂടെ ബന്ധപ്പെടുകയും തങ്ങൾ വാങ്ങിച്ച പുസ്തകങ്ങളുമായി സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. തിരുപ്പിറവി തിരുനാളിനായി ലോകം ഒരുങ്ങുമ്പോൾ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ വരവറിയിച്ച് വത്തിക്കാൻ ചത്തുരത്തിൽ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും തയ്യാറായി. വടക്കൻ ഇറ്റലിയിലെ ആൽപയൻ മലയോര സമൂഹത്തിലെ 100 കണക്കിന് കലാകാരന്മാരുടെ പങ്കാളിത്തത്തോടെയാണ് ഇത്തവണത്തെ പുൽക്കൂടും ട്രീയും തയ്യാറാക്കിയിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന പുൽക്കൂടിൽ സ്കുരേലായിലെ കലാകാരന്മാർ മരത്തിൽ കൊത്തിയെടുത്ത 23 പ്രതിമകൾ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന പുൽക്കൂടിന്റെ പ്രധാന ആകർഷണം സ്കുരേലായിലെ കലാകാരന്മാർ മരത്തിൽ കൊത്തിയെടുത്ത പ്രതിമകളാണ്.
പുൽക്കൂട് ഒരുക്കിയവരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തിയ പോൾ ആറാമൻ ഹാളിലും ഒരു പുൽക്കൂട് നിർമ്മിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്നുള്ള ഓസാം കമ്പനിയാണ് കൂടുതൽ ഊർജ്ജക്ഷമതയുള്ള ബൾബുകൾ വത്തിക്കാന് സമ്മാനിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് ട്രെന്റിനോ പ്രദേശത്തുള്ള കലാകാരന്മാരാണ്. 2018 കൊടുങ്കാറ്റിൽ നിലം പതിച്ച മരങ്ങൾ ഉപയോഗിച്ചാണ് പാരമ്പര്യ ട്രെന്റിനോ രീതിയിൽ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. കലാകാരന്മാർ കൈകൊണ്ടുണ്ടാക്കിയ 120ഓളം സെന്റിമീറ്റർ വലിപ്പം വരെയുള്ള 20ഓളം മരത്തിൽ കൊത്തിയെടുത്ത രൂപങ്ങളാണ് ഈ വർഷത്തെ പുൽക്കൂട്ടിലുള്ളത്. തിരുകുടുംബ രൂപങ്ങളിൽ 19ാം നൂറ്റാണ്ടിലുള്ള ഗോത്തിക് ശില്പകലാശൈലിയും വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. സഭ അധ്യക്ഷന്മാർക്കും കലാകാരന്മാർക്കും പുൽക്കൂട് നിർമ്മാണത്തിൽ സഹകരിച്ച എല്ലാവർക്കും പാപ്പ നന്ദി അർപ്പിച്ചു. ത്രിവേനേത്തു നിവാസികൾ സമ്മാനിച്ച ക്രിസ്മസ് ട്രീക്ക് 85 അടി ഉയരമാണുള്ളത്. ആൽപ്സിലെ മറ്റൊരു പ്രൊവിൻസായ സെൻബെയിലെ ജനങ്ങൾ 20 ചെറിയ ക്രിസ്മസ് ട്രീകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഓരോ വർഷവും വിവിധ രാജ്യങ്ങളിലുള്ള കലാകാരന്മാർ അതത് രാജ്യങ്ങളുടെ സാംസ്കാരിക സാമൂഹിക പെരുമ വെളിപ്പെടുത്തുന്ന തരത്തിലാണ് വത്തിക്കാൻ ചത്തുരത്തിൽ പുൽക്കൂടുകൾ ഒരുക്കുന്നത്. തീർത്ഥാടകർക്കായി പുൽക്കൂട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന തിരുനാളായ ജനുവരി 2 വരെ പുൽക്കൂടിന്റെ പ്രദർശനം വത്തിക്കാൻ ചത്തുരത്തിലുണ്ടാകും. ഉണ്ണിയേശുവിൻ്റെ ജനന തിരുനാളിനൊരുക്കമായി പുറത്തിറക്കിയ നോമ്പുകാല ഡിജിറ്റൽ കലണ്ടർ ശ്രദ്ധേയമാകുന്നു. തെക്കൻ കാലിഫോർണിയയിലെ സെന്റ് മൈക്കേൽസ് നോബർട്ടൈൻ ആശ്രമത്തിലെ വൈദികരാണ് വ്യത്യസ്തമായ കലണ്ടർ ഒരുക്കിയിരിക്കുന്നത്. സാന്താക്ലോസിൻ്റെ പിന്നിലെ വിശുദ്ധ നിക്കോളസിൻ്റെ ജീവചരിത്രവും നോമ്പുകാലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിവരങ്ങളും ഈ കലണ്ടറിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഡിസംബർ 1 ഡിജിറ്റൽ കലണ്ടറിന്റെ ആരംഭം. നോമ്പുകാല തിരികളുടെയും റീത്തുകളുടെയും അർത്ഥം, 3 രാജാക്കന്മാരെക്കുറിച്ചും ആട്ടിടയന്മാരെക്കുറിച്ചുള്ള ചരിത്രപരമായ വിവരങ്ങൾ, വിശുദ്ധ നിക്കോളാസിന്റെ ജീവചരിത്രം തുടങ്ങിയ നോമ്പുകാലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിവരങ്ങളും ഓരോ ദിവസവും ഈ കലണ്ടറിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളും വിചിന്തനങ്ങളും കലണ്ടറിൽ ലഭ്യമാണ്. വിശ്വാസികളെ ക്രിസ്തുമസുമായി അടുപ്പിക്കുവാനും മാനസികമായും ആത്മീയമായും ക്രിസ്മസിനെ വരവേൽക്കുവാനും തയ്യാറാക്കുകയുമാണ് നോമ്പുകാല ഡിജിറ്റൽ കലണ്ടർ കൊണ്ട് നോർബർട്ടൈൻ ആശ്രമാംഗങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലോകമെങ്ങുമുള്ള കത്തോലിക്കക്കാരെ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വളരുവാനും ക്രിസ്തുമസിന് വീണ്ടും വിധം തയ്യാറെടുക്കുവാനും ഈ കലണ്ടർ സഹായിക്കുമെന്ന് ആശ്രമാംഗങ്ങൾ കരുതുന്നു. സഭയുടെ നവീകരണത്തിനും സുവിശേഷവൽക്കരണത്തിനുമുള്ള ആശ്രമത്തിന്റെ ദൗത്യം കൂടിയാണ് ഈ കലണ്ടർ. തിരുസഭയുടെ നവീകരണത്തിനായി ശ്രമിച്ച കത്തോലിക്ക പരിഷ്കർത്താവായിരുന്ന വിശുദ്ധ നോബർട്ടൈനാണ് നോബർട്ടൈൻ സന്യാസ സഭയ്ക്ക് ആരംഭം കുറിച്ചത്. കഴിഞ്ഞ വർഷവും സഭാംഗങ്ങൾ കത്തോലിക്ക വിശ്വാസം സംബന്ധിച്ച വീഡിയോ ഓഡിയോകളും രചനകളും ഉൾക്കൊള്ളുന്ന ദി അബോർഡ് സർക്കിൾ എന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിക്ക് ആരംഭം കുറിച്ചിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ നേത്ര ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതായി വത്തിക്കാൻ മീഡിയ വ്യക്തമാക്കി. കാഴ്ചശക്തി കുറഞ്ഞു വരുന്നതിനാലാണ് പാപ്പയെ വിദഗ്ധ ലേസർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയതെന്ന് വത്തിക്കാൻ മീഡിയ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം റോമിലെ ജയിൽ ഫ്രാൻസിസ് പാപ്പ സന്ദർശിച്ചപ്പോൾ തന്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടെന്നും തനിക്ക് നേത്രശസ്ത്രക്രിയ ആവശ്യമാണെന്നും പാപ്പ വ്യക്തമാക്കിയിരുന്നു. പാപ്പയുടെ ശസ്ത്രക്രിയ നടന്നിട്ട് കുറച്ചു നാളുകൾ കഴിഞ്ഞെങ്കിലും ഇപ്പോഴാണ് വത്തിക്കാൻ മീഡിയ ആ വിവരം പുറത്തുവിടുന്നത്. ഗുരുതരമായ സങ്കീർണതകളൊന്നുമില്ലാതെയാണ് ലേസർ ശസ്ത്രക്രിയ നടന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വളരെ കുറച്ചു മണിക്കൂർ മാത്രമാണ് അദ്ദേഹം വിശ്രമിച്ചത്. കണ്ണിലൊഴിക്കാൻ തുള്ളിമരുന്ന് മാത്രമാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. 2 ആഴ്ച മുൻപ് അൽ അസറിലെ ഗ്രാൻഡ് ഇമാമുമായി നടന്ന കൂടിക്കാഴ്ചയിൽ താൻ സുഖമായിരിക്കുന്നുവെന്നും തന്റെ നേത്ര ശസ്ത്രക്രിയ വിജയകരമായി നടന്നുവെന്നും പാപ്പ വ്യക്തമാക്കിയിരുന്നു. വളരെ ചെറിയ ശസ്ത്രക്രിയ ആയതിനാലും മാർപ്പാപ്പയുടെ സ്വകാര്യതയെ മാനിക്കുന്നതിന്റെ ഭാഗമായും വിവരങ്ങൾ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നുവെന്നും വത്തിക്കാൻ മീഡിയ വ്യക്തമാക്കി. മുൻനിര വാഹന നിർമ്മാതാക്കളായ റെനോൾട്ട് ഗ്രൂപ്പ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് പുത്തൻ ഡസ്റ്റർ കാർ സമ്മാനിച്ചു. പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകൾ കൂടി പരിഗണിച്ചാണ് പാപ്പയ്ക്ക് ഇലക്ട്രിക് കാർ സമ്മാനിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. പോപ്പ് മൊബൈൽ ആധുനിക പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫ്രഞ്ച് കമ്പനിയായ റെനോൾട്ടിന്റെ ഡസ്റ്റർ മോഡലിന്റെ ചെറുവാഹനം പാപ്പായ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. 5 സീറ്റുകൾ തന്നെയാണ് പാപ്പായ്ക്ക് സമ്മാനിച്ച വാഹനത്തിലും ഉള്ളത്. വത്തിക്കാൻ ചത്തുരത്തിൽ ഒന്നിച്ചു കൂടുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരെ അഭിവാദ്യം ചെയ്യാൻ ഇനി റെനോൾട്ട് കമ്പനിയുടെ ഡേസിയ ഡസ്റ്റർ എന്ന പുതിയ കാറാവും പാപ്പ ഉപയോഗിക്കുക. വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിന് ചുറ്റുമുള്ള യാത്രകളിൽ ഫ്രാൻസിസ് പാപ്പ സാധാരണ തുറന്ന മോഡലിലുള്ള കാറാണ് ഉപയോഗിക്കാറുള്ളത്. തുറന്ന മോഡലുള്ള കാറിൽ
കുട്ടികളെ കയറ്റി യാത്ര ചെയ്യുവാൻ സാധിക്കുമെന്നതും വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ ദീർഘസമയം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ ഡസ്റ്ററിന്റെ പിൻസീറ്റ് കൂടുതൽ സുഖകരമാക്കിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. മേൽക്കൂരയിൽ ഘടിപ്പിച്ച ഗ്രാബ് ഹാൻഡിൽ, വലിപ്പമേറിയ സൺറൂഫ്, പാപ്പായെ വ്യക്തമായി കാണാൻ അവസരമൊരുക്കുന്ന സ്ഫടിക ക്യാബിനറ്റ് തുടങ്ങിയവയൊക്കെ വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ലെതർ ഇന്റീരിയർ സഹിതമെത്തുന്ന ഡസ്റ്ററിന് വെള്ള നിറമാണുള്ളത്. ഒപ്പം പാപ്പയ്ക്ക് അനായാസം കയറാനും ഇറങ്ങുവാനും സഹായകമാകും വിധത്തിൽ വാഹനത്തിന്റെ സസ്പെൻഷൻ 30 mm താഴ്ത്തിയിട്ടുമുണ്ട്. റൊമാനിയ മാനേജിംഗ് ഡയറക്ടർ കിറ്റോഫ് റിഡിയും ഗ്രൂപ്പ് റെനോ ഇറ്റലി ജനറൽ മാനേജർ സേവിയർ മാർട്ടിനറ്റും ചേർന്നാണ് ഡസ്റ്റർ പാപ്പായ്ക്ക് കൈമാറിയത്. പാപ്പായ്ക്ക് സമ്മാനമായി ലഭിച്ച റിനോൾട്ട് കമ്പനിയുടെ ഡസ്റ്റർ ഡേസിയ ഇലക്ട്രിക് കാറിന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്നാണ് വിദഗ്ധ സംഘം വിലയിരുത്തുന്നത്. ഗ്രീക്ക് ദ്വീപായ ലെസ്ബോസിൽ നിന്നും അഭയം തേടി ഇറ്റലിയിലെത്തിയ 33 പേരെ സ്വാഗതം ചെയ്യാനൊരുങ്ങി വത്തിക്കാൻ. പാപ്പയുടെ ഇടപെടലിനെ തുടർന്നാണ് അഫ്ഗാനിസ്ഥാൻ, ടോഗോ, കാമറൂൺ സ്വദേശികളായ ഇവർക്ക് ഇറ്റലിയിൽ അഭയം നൽകുന്നത്. പേപ്പൽ ചാരിറ്റീസ് വിഭാഗത്തിൻ്റെ തലവനായ കർദിനാൾ ക്രാജേവിസ്കിക്കൊപ്പമാണ് ഇവർ ഇറ്റലിയിലെത്തുക. ലെസ്ബോസ് ദ്വീപിൽ കുടുങ്ങിക്കിടന്ന അഭയാർത്ഥി കുടുംബങ്ങളോട് മാനുഷികമായ കരുണ കാണിക്കാനും അവർക്ക് ഇറ്റലിയിൽ അഭയം നൽകാനുമായി കർദിനാൾ കോൺറാഡ് ക്രാജോവ്സ്കിയോട് പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വത്തിക്കാൻ ചാരിറ്റീസ് കാര്യാലയവും ഇറ്റലിയുടെ ആഭ്യന്തര മന്ത്രാലയവും തമ്മിൽ ചർച്ച ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായാണ് ഇവർക്ക് ഇറ്റലിയിൽ അഭയം നൽകാനുള്ള സാഹചര്യമൊരുക്കിയത്. വത്തിക്കാന്റെ പേപ്പൽ ചാരിറ്റി കാര്യാലയവും ആത്മീയ കൂട്ടായ്മയായ സാന്റ് എഗിഡിയോ കമ്മ്യൂണിറ്റിയുമാണ് അഭയാർത്ഥികളുടെ തുടർന്നുള്ള കാര്യങ്ങൾ നോക്കി നടത്തുക. സിറിയ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് കുടിയേറുന്നവരുടെ പ്രധാന കേന്ദ്രമാണ് ലെസ്ബോസ് ദ്വീപ്. 2016 ഫ്രാൻസിസ് പാപ്പ ഇവിടം സന്ദർശിക്കുകയും പാപ്പയുടെ മടക്കയാത്രയിൽ അഭയാർത്ഥികളായ 3 സിറിയൻ കുടുംബങ്ങളെയും പാപ്പ കൂടെ കൂട്ടിയിരുന്നു. കാണ്ടമാലിൽ ക്രൈസ്തവ വിരുദ്ധ ആക്രമണത്തിനിരയായി ജയിലിൽ കഴിഞ്ഞിരുന്ന 3 പേർ ജയിലിന് പുറത്തിറങ്ങി. 11 വർഷം ജയിലിൽ കഴിഞ്ഞ ശേഷം സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർക്ക് ജാമ്യം ലഭിച്ചത്. ബുദ്ധിമാന്ദ്യമുള്ള മുണ്ട ബദാമാജി ഉൾപ്പെടെയുള്ളവരെയാണ് 11 വർഷമായി കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തി ജയിലിൽ അടച്ചിരുന്നത്. സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി 2008 ഓഗസ്റ്റ് 23 ജന്മാഷ്ടമി ആഘോഷത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഒഡീഷയിലെ കാണ്ഡമാലിലും സമീപ ജില്ലകളിലും ക്രൈസ്തവർക്കെതിരെ ആക്രമണം ഉണ്ടായത്. 100-ലേറെ പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 500,000-ലേറെ പേർ ഭവനരഹിതരായി. സ്വാമിയെയും 4 അനുയായികളെയും വെടിവെച്ച് കൊന്ന കുറ്റം ക്രൈസ്തവരുടെ മേൽ ആരോപിച്ച് അവരെ വേട്ടയാടുകയായിരുന്നുവെന്നായിരുന്നു ആരോപണം. സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു മനോരോഗി ഉൾപ്പെടെ 7 പേരാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലടച്ചത്. വിധി ചോദ്യം ചെയ്ത് സമർപ്പിച്ച അപ്പീൽ 5 വർഷമായി ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഇതിനിടെ ജാമ്യാപേക്ഷ 2 തവണ തള്ളിയിരുന്നു. ജയിലിലടയ്ക്കപ്പെട്ട ഗോർനാഥ് ചാലേക്കും വിജയ് സാംസേദിനും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. അവശേഷിച്ച 5 പേർക്കു കൂടിയാണ് കഴിഞ്ഞയാഴ്ച ജാമ്യം ലഭിച്ചത്. ഇവരിൽ 3 പേർക്കാണ് വർഷങ്ങൾക്ക് നീണ്ട ജയിൽവാസത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിരിക്കുന്നതെന്ന് കാണ്ഡമാലിൽ നിന്ന് മാധ്യമപ്രവർത്തകനായ ആന്റോ അക്കര വ്യക്തമാക്കി. കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റായി സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ തിരഞ്ഞെടുത്തു. പാലാരിവട്ടം POCയിൽ നടന്ന KCBC യോഗത്തിലായിരുന്നു തീരുമാനം. ചർച്ച് ആക്ടിൻ്റെ പേരിൽ അനാവശ്യ പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് നിക്ഷിപ്ത താൽപ്പര്യങ്ങളുണ്ടെന്ന് സമ്മേളനം വിലയിരുത്തി. ആർച്ച് ബിഷപ്പ് M. സൂസൈപാക്യം സ്ഥാനമൊഴിഞ്ഞ ഒഴിവിലേക്കാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ വൈസ് പ്രസിഡന്റായും ബത്തേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് സെക്രട്ടറി ജനറലുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചർച്ച് ആക്ടിന്റെ പേരിൽ നടക്കുന്നത് അനാവശ്യ പ്രചാരണങ്ങളാണെന്ന് സമ്മേളനം വ്യക്തമാക്കി. നിലവിൽ ക്രൈസ്തവ സമുദായങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള നിയമങ്ങൾ അപര്യാപ്തമാണെന്ന് പ്രചരിപ്പിക്കുന്നവർ ക്രിസ്തീയ സഭകൾക്കോ സർക്കാരിനോ ഇല്ലാത്ത ചില നിക്ഷിപ്ത താൽപ്പര്യമുള്ളവരാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ സഭയും പൊതുസമൂഹവും തിരിച്ചറിയുന്നുണ്ടെന്നും സഭാവിരുദ്ധ ശക്തികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും
വിശ്വാസികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും സമ്മേളനം വ്യക്തമാക്കി. ഭരണരംഗത്ത് കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ ചില വകുപ്പുകളിൽ വഴിവിട്ട ഇടപെടലുകൾ നടക്കുന്നതിൽ സമ്മേളനം ആശങ്ക രേഖപ്പെടുത്തി. വിദ്യാഭ്യാസ രംഗം രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഭൂഷണമല്ലെന്നും പ്രിൻസിപ്പൽമാരുടെ അധികാരവും മാനേജ്മെന്റുകളുടെ അവകാശങ്ങളും കവർന്നെടുക്കാനുള്ള നീക്കം മേഖലയെ കലുഷിതമാക്കുമെന്നും KCBC വ്യക്തമാക്കി. ചർച്ച് ആക്ട് ബില്ലിനെതിരെ ആഞ്ഞടിച്ച് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സഭാവിരുദ്ധ ശക്തികളുടെ കളിപ്പാവുകളായി മാറിയ ചില അൽമായരുടെയും മറ്റുള്ളവരുടെയും പങ്കാളിത്തം ചർച്ച് ആക്ട് ബില്ലിന് പിന്നിലുണ്ടെന്ന ധൈര്യമാണ് സർക്കാരിന് മുന്നോട്ട് പോകാൻ പ്രേരണയാകുന്നതെന്നും കർദിനാൾ വ്യക്തമാക്കി. അതേസമയം ചർച്ച് ആക്ടിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ലൈറ്റി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യനും രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച മാർ ജെയിംസ് കാളാശ്ശേരി അനുസ്മരണത്തിലാണ് ചർച്ച് ആക്ട് ബില്ലിനെതിരെയും ന്യൂനപക്ഷ അവകാശ നിഷേധത്തിനെതിരെയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രതികരിച്ചത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പോലെ വിലയുള്ളതാണ് കൂട്ടായ്മയെന്നും സന്യാസത്തിന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രസ്താവനകളുമായി രംഗത്തെത്തുന്ന സഹോദരിമാർക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്നും വിശ്വാസികളോട് കർദിനാൾ ആഹ്വാനം ചെയ്തു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പോലെ വിലയുള്ളതാണ് കൂട്ടായ്മയെന്നും സന്യാസത്തിന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രസ്താവനകളുമായി രംഗത്തെത്തുന്ന സഹോദരിമാർക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്നും വിശ്വാസികളോട് കർദിനാൾ ആഹ്വാനം ചെയ്തു. നമുക്ക് നമ്മുടെ വിശ്വാസം പോലെ വിലയുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടായ്മ, സഭയുടെ കൂട്ടായ്മ. ചിതറിയ ചിന്തകൾ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാകും. ചർച്ച് ആക്ടുമായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ സഭയിൽ വിശ്വസിക്കുന്നവരെന്ന് പറയുന്നവരുടെ ചില്ലറ പങ്കാളിത്തം ഉണ്ടായിരിക്കാം. ഇനിയും അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ചുരുക്കം ചില സഹോദരിമാരുടെ കൂട്ടത്തിൽ കൂട്ടുകൂടുന്ന ആത്മാരും ഉണ്ടായിരിക്കാം. എന്നാൽ ഇവരെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് കൂടുതലായും സഭാവിരുദ്ധ ശക്തികളോടൊപ്പമാണ്. രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിച്ച് ക്രൈസ്തവർ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് നടപടിയെടുക്കാം. അതിന് പുതിയൊരു ചർച്ച് ആക്ടിന്റെ ആവശ്യമില്ലെന്നും ലൈറ്റി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനയെയും നിയമ സംവിധാനങ്ങളെയും ഏറെ ബഹുമാനത്തോടെ കാണുന്നവരാണ് ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം. ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നടപടികൾ എടുക്കുവാനുള്ള സംവിധാനങ്ങളും നിയമവ്യവസ്ഥകളും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം പ്രസ്താവനയിൽ സൂചിപ്പിച്ചു. സഭയുടെ സ്വത്തുക്കൾ രാജ്യത്തെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട വിശ്വാസികൾ ആർജിച്ചതാണ്. ലോകമെമ്പാടുമായി പ്രവർത്തനനിരതമായ ക്രൈസ്തവ സമൂഹത്തെ കേരളത്തിലിരുന്ന് നിർവീര്യമാക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. അതിനാൽ തന്നെ സഭാ സംവിധാനങ്ങളെ പുതിയ നിയമം സൃഷ്ടിച്ച് കീഴ്പ്പെടുത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര കർഷക ജനതയുടെ കണ്ണുനീരും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അടിയന്തര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ബിഷപ്പുമാരും വൈദികരും ഉൾപ്പെടെയുള്ളവർ ഉപവാസ സമരം നടത്തിയ വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഡിസംബർ 9 നടക്കുന്ന ഉത്തര മലബാർ കർഷക പ്രക്ഷോഭ മഹാറാലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തിയത്. സമരത്തിന് പിന്തുണയുമായി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരും സമരവേദിയിലെത്തിയതും ശ്രദ്ധേയമായിരുന്നു. മഹാത്മാ മന്ദിരത്തിന് മുന്നിൽ നിന്ന് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലെ സമരപന്തലിലേക്ക് നടത്തിയ ജാഥയോടെയാണ് ഉപവാസ സമരം ആരംഭിച്ചത്. കോട്ടയം അതിരൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി അമൃത കൃപാനന്ദപുരി, തലശ്ശേരി അതിരൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി തുടങ്ങിയവർ സംസാരിച്ചു. ഇതേതെങ്കിലും ഒരു സർക്കാരിനെതിരെയാണ് എന്ന് ആരും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ ആമുഖത്തിലെ തന്നെ സൂചിപ്പിക്കുകയാണ്. കാരണം കർഷകൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഭരണകാലത്ത് സംഭവിച്ച വിഷയമല്ല. സ്വാതന്ത്ര്യം മുതൽ ഇന്നോളം ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഭരിച്ച സർക്കാരുകൾ കർഷകന്റെ കാര്യങ്ങളിൽ കാണിച്ച അലംഭാവം, ഉദാസീനതയാണ് ആത്യന്തികമായി കാർഷിക പ്രശ്നങ്ങളെ ഇത്ര കണ്ട് സങ്കീർണമാക്കിയത് എന്ന് നമുക്കറിയാവുന്നതാണ്. കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അടിയന്തര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ആരംഭിച്ച ഉത്തര മലബാർ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഉപവാസ സമരം നടത്തിയത്. സമരത്തിന് പിന്തുണയുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും എത്തിയിരുന്നു. ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്.
ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.